ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു അറേബ്യൻ റൈസുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ട് അറേബ്യൻ ടൊമാറ്റോ റൈസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. മാത്രമല്ല ഇതിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ എല്ലാ റെസിപ്പിയിലും യൂസ് ചെയ്യുന്ന ഇഞ്ചി, വെളുത്തുള്ളി പോലെയുള്ള ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ കുറച്ചധികം സവാള യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ള പ്രിപ്പറേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ ഈസി ആയിരിക്കും ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫെയിൽ ആവാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ മുഴുവനായിട്ടുള്ള ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ പീസസായിട്ട് ബിരിയാണി പീസൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബസ്മതി റൈസാണ്. 750 ഗ്രാം ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചതാണിത്. പിന്നെ കുറച്ചധികം സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 500 ഗ്രാം സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇതുപോലുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ഒന്നും യൂസ് ചെയ്യരുത്. അതിന് പകരമായിട്ട് ഒരു 3-4 തക്കാളി നല്ല പഴുത്തത് നോക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ടൊമാറ്റോ പേസ്റ്റിന് പുറമെ പഴുത്ത ഒരു തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കേണ്ടതാണ്. പിന്നെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ റൈസ് അധികം എരിവുള്ള ഒരു റൈസല്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് സ്പൈസസുകളും കൂടെ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട. ഇതും റൈസിലേക്കും മസാലയിലേക്കുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതുപോലെ കുറച്ച് റൈസിൻസ് കൂടെ എടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഹോൾ സ്പൈസസുകൾ ഇട്ട് കൊടുക്കാം. ഒരു 6 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 10 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 10-12 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ 4-5 തക്കാളി എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 100 ഗ്രാമോളം ടൊമാറ്റോ പേസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ്റെ വലിയ പീസ് എടുത്തത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മസാല നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുക്കറിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ ചിക്കൻ്റെ എല്ലാ വശത്തും മസാല ഒന്ന് പുരണ്ടിരിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനു മുൻപ് ചിക്കനിലേക്ക് ആവശ്യമുള്ള സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം.
റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് 5 ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. റൈസ് കുക്കാവുന്നതിനിടയിൽ നമ്മുടെ ചിക്കൻ്റെ മസാല മറന്നു പോകരുത്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ മസാല അടി പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഒനിയനൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കനൊക്കെ ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളക് കൂടെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൈഫിൻ്റെ ഒരു അറ്റം വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ഇതിൽ നിന്നും ഊറ്റിയെടുക്കാം. നമുക്ക് ഈ റൈസ് ഡയറക്റ്റായിട്ട് മസാലയുടെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കാൻ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ റൈസ് ഒരു 95%-ലധികം കുക്കായി പോകരുത്. ബാക്കിയൊക്കെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വേവൊക്കെ കറക്റ്റ് ആയിക്കോളും. ഈ റൈസ് മുഴുവനായിട്ട് നമുക്ക് മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് കിസ്മിസ് നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത കിസ്മിസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് നെയ്യോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസ് സ്റ്റീമൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായി കവർ ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഈ സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ വെച്ച് കൊടുക്കാവുള്ളൂ. ഇതിൽ ഒനിയനും ടൊമാറ്റോ ഒക്കെ കൂടുതലുള്ളത് കാരണം അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പാന് താഴെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. 10 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തിട്ട് ദമ്മ് പൊട്ടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടെക്സ്ചറിലുള്ള റൈസും അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കൊന്നുമില്ല, ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഈ പാത്രത്തിൽ സൗകര്യം ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഈ ഒരു റൈസ് മാറ്റുവാണ്. കുറച്ചുകൂടെ വലിയ പാത്രം എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ടൊമാറ്റോ പേസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റൈസിന് നല്ല കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് ടൊമാറ്റോ മാത്രമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ നിന്ന് കുറച്ച് നല്ലൊരു യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ വലിയ പീസായതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും കൂടെയാണ് ഞാനിത് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഈ ഒരു റൈസിന് നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് ടൊമാറ്റോയുടെ ഒരു ചട്നിയാണ്. അതുപോലെ തന്നെ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് യോഗട്ട് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.